മലപ്പുറത്ത് 18കാരി തൂങ്ങിമരിച്ച നിരാശയിൽ സുഹൃത്തായ 19കാരനും തൂങ്ങിമരിച്ചു. മലപ്പുറം കാരക്കുന്ന് സ്വദേശി സജീറാണ് മരിച്ചത്. വിവാഹം നിശ്ചയിച്ചതിന് പിന്നാലെയാണ് തൃക്കലങ്ങോട് സ്വദേശിയായ 18കാരി ഷൈമ ജീവൻ ഒടുക്കിയത്. പിന്നാലെ കൈഞ്ഞരമ്പ് മുറിച്ച നിലയിൽ സജീറിനെ കണ്ടെത്തിയിരുന്നു. ചികിത്സ കഴിഞ്ഞ് മടങ്ങിയെത്തിയ സജീർ തൂങ്ങിമരിക്കുകയായിരുന്നു. CV അനുമോദുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനുമോദ്, ഈ 18കാരിയുടെ മരണം, വിവാഹ നിശ്ചയത്തിന് തൊട്ടു പിന്നാലെയുള്ള മരണം അന്ന് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. ആൺ സുഹൃത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചതും വാർത്തകളിൽ നിറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു. എന്താണ് വിശദാംശങ്ങൾ? പക്ഷേ തികച്ചും ദാരുണമായ സംഭവമാണ് ഇപ്പോൾ മലപ്പുറത്ത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. സജീർ എന്ന ഈ യുവാവ്, ഇയാള് തന്റെ പെൺകുട്ടി, പ്രിയപ്പെട്ട പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സമയത്ത് തന്നെ കൈഞ്ഞരമ്പ് മുറിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചിരുന്നു. തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇയാൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെയാണ് ഇയാൾ അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെ ഇയാളെ പുകമണ്ണ എന്ന സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. കാരക്കുന്നാണ് ഇയാളുടെ സ്വദേശം. സജീർ എന്നാണ് ഇയാളുടെ പേര്. 19 വയസ്സ് മാത്രമാണ് ഈ യുവാവിന് പ്രായമുള്ളത്. ഇവര് +2 പഠിക്കുമ്പോഴായിരുന്നു ഇവർ നമ്മുടെ പരിചയത്തിലാവുന്നതും തുടർന്ന് പ്രണയത്തിലാവുന്നതും. അപ്പൊ വീട്ടുകാർ ഈ ഒരു ബന്ധത്തിനോടൊട്ടും താല്പര്യം കാണിച്ചിരുന്നില്ല. തുടർന്ന് ഈ പെൺകുട്ടിയെ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുകയും അത് നിശ്ചയത്തിന്റെ വക്കിലെത്തുകയും നിക്കാഹിന്റെ ദിവസം ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെ നിക്കാഹിന്റെ ദിവസം ഉറപ്പിച്ച സാഹചര്യത്തിൽ ഈ കുട്ടി തന്റെ ചെറിയച്ഛന്റെ വീട്ടിലെ ടെറസിന്റെ മുകളിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. അത് ഒരാഴ്ച മുമ്പായിരുന്നു സംഭവം നടന്നത്. അതിനുശേഷം ഈ യുവാവ് അന്ന് തന്നെ കൈഞ്ഞരമ്പ് മുറിച്ച് ആശുപത്രിയിൽ ഇയാളെ പ്രവേശിച്ചു. ഇയാളെ തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു. ഇയാളെ ജീവൻ രക്ഷപ്പെട്ടു. ഇയാളെ ചികിത്സ പൂർത്തിയാക്കി മടങ്ങുന്ന സാഹചര്യത്തിലാണ് ഇന്നലെ ഇയാൾ ആശുപത്രിയിൽ നിന്നും ആരോടും പറയാതെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്നാണ് നടത്തിയ പരിശോധനകൾ ഇന്ന് രാവിലെ ഇയാളെ പുകമണ്ണയിലെ ഒരു ഇടത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും അത്യധികം ദാരുണമാണ്, അത്യധികം വേദനാജനകമാണ് ഈ ചെറുപ്രായത്തിലുള്ള ഇവരുടെ മരണം എന്നുള്ളത് പറയാതെ വയ്യ. അഭിലാഷ്. യെസ്, അത് തന്നെയാണ്. 18 വയസ്സുള്ള നവവധു അത് നിക്കാഹ് ഉറപ്പിച്ചു എന്നാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് 18കാരി ആത്മഹത്യ ചെയ്തത്. ആൺ സുഹൃത്ത് 19 വയസ്സ് മാത്രമാണ് പ്രായം. അനുമോദ് സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം ദുഃഖകരമാകുന്ന വാർത്തയാണ്. പക്ഷേ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. അതിജീവിക്കാനാണ് ശ്രമിക്കേണ്ടത്. അതിനായി മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായമാണ് തേടേണ്ടത്. അതിനുള്ള ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്. ആ നമ്പർ 1056 എന്നതാണ്. തിരുവനന്തപുരം മംഗലപുരത്ത് 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച 4 പേർ പിടിയിൽ. ശ്രീജിത്ത്, അഭിരാജ്, അഭിറാം, അശ്വിൻ ദേവൻ എന്നിവരാണ് പ്രതികൾ. പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് 15കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുന്നതിന് കാരണമായത്. ഇന്നലെയായിരുന്നു സംഭവം. പോലീസും നാട്ടുകാരും നടത്തിയ അന്വേഷണത്തിൽ വിദ്യാർത്ഥിയെ പിന്നീട് ആറ്റിങ്ങലിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. വന്ന് ഈ ആശിക്കിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി വണ്ടി കയറ്റി കൊണ്ടുപോയി കൊണ്ടുവന്ന് പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ അവിടെ ഇല്ലായിരുന്നു. അപ്പം ഇതിന് 2 ദിവസം മുമ്പ് ഇതുപോലെ വന്ന് ബൈക്കിൽ, ഇവിടെ വെച്ചല്ല, ആറ്റിങ്ങിൽ വെച്ചിട്ട് അങ്ങോട്ടാണ് ബൈക്കിൽ വന്ന് 2 പേർ വിളിച്ച് കയറ്റി പിന്നെ കൊണ്ടുപോയി ഒരു വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവനെ ഒരുപാട് ഉപദ്രവിക്കുകയും കഞ്ചാവൊക്കെ വലിപ്പിച്ചിട്ട് കുറേ കഴിഞ്ഞ് അവനെ അവിടെ നിന്ന് അടിയൊക്കെ കൊടുത്ത് വിട്ടു. അവൻ തിരിച്ച് വന്നു. ഇവിടെ വന്നിട്ട് പിന്നെ വീട്ടിൽ വന്നിട്ട് വീട്ടിലത് പരാതി പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ആൾ വന്ന് ഇവിടെ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് അവരാരും പിന്നെ നടപടി എടുക്കുകയോ അന്വേഷിക്കുകയും ചെയ്തില്ല. ആശുപത്രി പോകാൻ വേണ്ടി പറഞ്ഞ് ആശുപത്രിയിലേക്ക് വിട്ടു. തിരുവനന്തപുരം മംഗലപുരത്താണ് 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ അരുൺ മോഹൻ ചേരുന്നുണ്ട്. അരുൺ, ഈ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെയാണ് തട്ടിക്കൊണ്ടുപോയത്. പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇതിന് കാരണം എന്നുള്ളതാണ് വിവരം. ഈ തട്ടിക്കൊണ്ടുപോയവരുടെ വിവരങ്ങൾ, അവരുടെ പ്രായം, മറ്റു വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അഭിലാഷ്, ഇന്നലെ രാത്രിയായിരുന്നു ഇത്തരമൊരു സംഭവം അരങ്ങേറിയത്. ഇന്നലെ വൈകിട്ടോടുകൂടിയായിരുന്നു സംഭവം അരങ്ങേറിയത്. പക്ഷെ രാത്രിയോടുകൂടി പോലീസും കുട്ടിയുടെ രക്ഷിതാക്കളും ചേർന്ന് നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി ഈ പറയുന്ന കുട്ടിയെ കിട്ടി എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൽ നിന്ന് മനസ്സിലാക്കിയത് ഈ കുട്ടിയുടെ മായി ബന്ധപ്പെട്ട ഒരു പെൺ സുഹൃത്തുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളാണ് ഇതിലേക്ക് വഴിതെളിച്ചതും. തുടർന്ന് ഈ ആഷിഖ് എന്ന് പറയുന്ന കുട്ടിയെ, മുരുക്കുമ്പുഴ സ്വദേശിയായ ആഷിഖ് എന്ന 10ാം ക്ലാസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും പോലീസ് എത്തി ഇയാളെ മോചിപ്പിച്ചു.
സൂചിപ്പിക്കുകയായിരുന്നു. ആ സംഭവ സ്ഥലത്ത് നിന്ന് 4 പേര് കസ്റ്റഡിയിലെടുത്തിരുന്നു. 4 പേരെന്ന് പറയുമ്പോൾ ഒന്നൊരു ശ്രീജിത്ത് 23 വയസ്സുകാരൻ ശ്രീജിത്ത്, വേങ്ങോട് സ്വദേശിയായ അഭിരാജ് 20 വയസ്സ്, കളയിക്കൽ സ്വദേശിയായ അഭിറാം, ഒപ്പം അശ്വിൻ ദേവ് 20, ഈ ഏകദേശം 20-23 വയസ്സ് പ്രായമുള്ള 4 പേരെയാണ് ഇപ്പോൾ മംഗലാപുരം പോലീസ് ആ സ്ഥലത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്തത്. ഇവർ ഇയാളെ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച വാഹനവും ആ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ ഈ ആഷിഖിനെ ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി വരുന്നുണ്ട്. പക്ഷേ എന്താണ് ഇതിനുണ്ടായ വഴിതെളിച്ചതെന്നുള്ള കാരണങ്ങളെ കുറിച്ച് കൂടുതൽ പോലീസ് അന്വേഷിച്ചു വരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ 11-ാം തീയതിയും ഇത്തരത്തിലൊരു സംഭവം അരങ്ങേറിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതേപോലെ ഈ പയ്യനെ 2 പേർ ചേർന്ന് കൊണ്ടുപോവുകയും മർദ്ദിക്കുകയും തുടർന്ന് വൈകിട്ടോട് പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. പക്ഷെ അത് വീട്ടുകാരോടൊന്ന് പറഞ്ഞിരുന്നില്ല, കാര്യമായി എടുത്തിരുന്നില്ല. പക്ഷെ അതിനെ തുടർന്നായിരുന്നു വീണ്ടും ഇന്നലെ ഇങ്ങനൊരു സംഭവം അരങ്ങേറിയത്. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യം തന്നെയാണ് ഉണ്ടായത് എന്ന് തന്നെ നമുക്കിപ്പോൾ വിലയിരുത്താം. എന്തായാലും തീർച്ചയായും അരുൺ, ഇതിലിപ്പോൾ ഈ 15-കാരനെയാണ് തട്ടിക്കൊണ്ടുപോയത്. 15-കാരന്റെ വിവരങ്ങൾ വിദ്യാർത്ഥി എന്നതിനപ്പുറത്തേക്ക് നമുക്കറിയില്ല ഈ കാരണം എന്തെന്ന്. അതോടൊപ്പം നേരത്തെ നൽകിയ ഒരു പ്രതികരണത്തിൽ ഈ 15-കാരനെ കൊണ്ട് കഞ്ചാവ് വലിപ്പിച്ചു എന്നൊക്കെയുള്ള തരത്തിലുള്ള പ്രതികരണം വരുന്നുണ്ട്. ആ പ്രതികരണവും എത്രത്തോളം വിശ്വാസയോഗ്യം എന്നതും വ്യക്തമല്ല. ഈ തട്ടിക്കൊണ്ടുപോയവരുടെ ഒരു പശ്ചാത്തലം, അവർക്ക് ഇത്തരത്തിൽ ഈ കുറ്റവാസനയുള്ളവർ ആണോ, അവർക്ക് കഞ്ചാവ് ഉൾപ്പെടെയൊക്കെ എവിടെ നിന്ന് ലഭിച്ചു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസിൽപ്പെട്ടവരാണോ, അതിൽ വ്യക്തതയുണ്ടോ? അതൊക്കെ തന്നെയാണ് പോലീസ് ഇപ്പോഴും അന്വേഷിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു ആരോപണം കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. സ്വാഭാവികവും അത്തരത്തിലുള്ള ഒരു അന്വേഷണവും ഗൗരവമായി തന്നെ പോലീസ് നോക്കുന്നു. എന്തായാലും അക്രമവാസനയുള്ള ആൾക്കാർ തന്നെയാണ് ഇതിന്റെ പിന്നിലെന്നുള്ളത് തന്നെ പോലീസ് വിലയിരുത്തുന്നു. അതിൽ മാറ്റമില്ല. ഈ കാരണം ഇത്തരം ക്രിമിനൽ പശ്ചാത്തലം അല്ലെങ്കിൽ ക്രിമിനൽ മാനസിക നിലയുള്ള ആൾക്കാർ തന്നെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നും അതൊരു പെൺകുട്ടിയെ സംബന്ധിച്ചുള്ള ഒരു തർക്കമാണ് ഇതിലേക്ക് വഴിതെളിച്ചതെന്നും ഒക്കെയാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് എന്തായാലും ഗൗരവമായി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കാരണം പോലീസിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ആഷിഖിനെ കാണാനില്ല എന്ന സമയത്ത്, പോലീസ് പിന്തുടരുന്ന സമയത്ത്, ആഷിഖിനെ ബന്ധപ്പെടാൻ സമയത്ത് പോലീസിനെ പോലും ചീത്ത വിളിക്കുന്ന തരത്തിൽ, അസഭ്യം പറയുന്ന തരത്തിലായിരുന്നു ഈ സംഘം പ്രതികരിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം പോലീസിനോട് പോലും തട്ടിക്കയറി സംസാരിക്കരുത്. പിന്നെ പിന്തുടർന്ന് പോലീസ് സൈബർ സെല്ലിന്റെ ഒക്കെ സഹായത്തോടെയായിരുന്നു ഈ പറയുന്ന യുവാവിനെ ഈ വിദ്യാർത്ഥിയെ കണ്ടെത്താൻ കഴിഞ്ഞത്. ഒരു റബ്ബർ തോട്ടത്തിൽ നിന്നുള്ള വിജനമായ സ്ഥലത്ത് നിന്നാണ് കണ്ടെത്തിയെന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പോലീസിനോട് പോലും തട്ടിക്കയറി നിൽക്കാൻ കഴിയുന്ന മാനസിക നില ഉള്ളവരാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. പക്ഷേ ഈ നേരത്തെ സൂചിപ്പിച്ച ആരോപണങ്ങൾ അതും പോലീസ് അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതിന്റെ ഒരു പൂർണ്ണമായ ഒരു ചിത്രം ലഭിക്കുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. അഭിലാഷ്. യെസ്.